മനോരമ ലീഡിംഗ് ആർട്ടുകളുടെ തലക്കെട്ട് ക്രിസോസ്റ്റമസ് തിരുമേനി ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു. വിലങ്ങു വീണ ചെറുപ്പം. ഏത് മാതാവും പിതാവിനുമാണ് ആ ചിത്രം കാണാൻ സാധിക്കുന്നത്? ആരുടെയും ചങ്ക് പൊട്ടിപ്പോകും. മംഗലാപുരത്ത് തൻ്റെ മകനെ വിട്ടപ്പോൾ അത്തരത്തിൽ കാണുന്നതിനല്ല വിട്ടത്, മടങ്ങിയെത്തുന്നത് കയ്യിൽ വിലങ്ങുമായി. പ്രൊഫഷണൽ കോളേജിൽ തൻ്റെ മകനെ അയച്ചത് പ്രൊഫഷണൽ ഗുണ്ടായിത്തീരുന്നതിനല്ല, അത് ഒരു മാനസാന്തരമാണ്. 10 പൈസ അച്ഛൻ ചോദിച്ചാൽ കൊടുക്കാത്തയാളാണ് 30 ലക്ഷം എണ്ണി കൊടുക്കുന്നു. എന്തിനു വേണ്ടിയാണ്? വലിയ പ്രതീക്ഷയാണ്. പ്രൊഫഷണൽ എൻജിനീയർ ഓർ ഡോക്ടർ, വേറെ ചോയ്സ് ഇല്ല. എന്നാൽ അവനൊരു മാനസാന്തരം വന്ന് ഇങ്ങനെ ആവുകയാണ്, പ്രൊഫഷണൽ ഗുണ്ടായിത്തീരുന്നു. കോളേജ് വിദ്യാഭ്യാസത്തിന് അയക്കുന്നു, എന്തായിത്തീരുന്നു? ചിറക്കടവിലെ ബാങ്ക് പഠിക്കുന്ന ബാലപാഠം പഠിക്കുകയാണ്. ഏത് പിതാവിൻ്റെയും മാതാവിൻ്റെയും ചങ്ക് ഉലഞ്ഞു പോകുന്ന ചിത്രമാണ്. എന്താണ് ഇതിൻ്റെയൊക്കെ കാരണം? വിദ്യാഭ്യാസത്തിന് 2 ലക്ഷ്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ വയറ്റിപ്പിഴപ്പെന്ന് പറയാം, സന്ധാരണ, അവൻ്റെ അസ്തിത്വം ഉറപ്പിക്കുക എന്നുള്ളത് ആവശ്യമാണ്, അതവൻ്റെ കടമയാണ്. 2, മനുഷ്യോചിതമായ പ്രവൃത്തികളുടെ ഉടമയായിത്തീരുക, യഥാർത്ഥ ദൈവം ആഗ്രഹിക്കുന്ന മനുഷ്യനായിത്തീരുക. ഇതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമെങ്കിൽ ഒന്ന് കഴിഞ്ഞിട്ട് മറ്റൊന്ന് ചെയ്യാമെന്നല്ല, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് നടക്കണം. അവൻ തൻ്റെ സന്ധാരണത്തിന് ആവശ്യമായ വിദ്യ പഠിക്കണം, അതോടൊപ്പം മനുഷ്യോചിതമായി ജീവിക്കുന്നതിനും പഠിക്കേണ്ടിയിരിക്കുന്നു. ആ പഠനം നടക്കുന്നു എന്ന് സംശയമാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊക്കെ കോളേജിൽ പോകുന്ന ആളുകൾ, നമ്മുടെ വിദ്യാർത്ഥികൾ ഇത്തരത്തിലുള്ളൊരു പരിണാമത്തിൽ എത്തിച്ചേരുന്നത്. എന്തിന് വിദ്യാഭ്യാസമെന്ന് അവരെ അയക്കുന്ന മാതാപിതാക്കൾക്കോ ഒരുപക്ഷെ അത് നടത്തുന്ന മാനേജ്മെൻറ്റിനോ ഗവൺമെൻറ്റിനോ തന്നെ വ്യക്തമായ ലക്ഷ്യബോധമുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് വിദ്യാഭ്യാസത്തിൻ്റെ 2ാമത്തെ ലക്ഷ്യം? മനുഷ്യനായി തീരുക. അതെപ്പോഴാണ് തുടങ്ങുന്നത്? ആ പ്രക്രിയ, അതിനിടവേളയില്ലാത്ത അനസ്യൂതമായ പഠനം തൻ്റെ അന്ത്യം വരെ നടത്തേണ്ടതാണ്.